അങ്ങനെ ഇന്നലെ രാത്രി നമ്മൾ വീട്ടിലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീച്ചപ്പോൾ പിള്ളേരൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ പല്ലുതേപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഐശ്വര്യ കയറി അവളുടെ സീറ്റിൽ കയറിയിരുന്നെന്നും പറഞ്ഞ് അവൾ പേടിപ്പിച്ച് എണിച്ചിപ്പിച്ച് പറഞ്ഞിട്ടാണ് കാണണേ. അപ്പോൾ പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് അമ്മച്ചി പുട്ടും കടലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിട്ടിയതിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ മൂത്തത് രണ്ടെണ്ണങ്ങൾ കൂടെ വന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി 3 പേരെയും വിളിച്ചു. 3 പേര് എന്ത് ചെയ്താൽ വരില്ലായിരുന്നു. പിന്നെ ഒരാളെയും കൊണ്ടെങ്കിലും കല്യാണത്തിന് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഐറൂനെ എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു 3-4 ദിവസമായിട്ട്. അപ്പോൾ ആർക്കയുടെ പുറത്താണ് നമ്മുടെ ടാങ്ക് ഇരിക്കുന്നത്. അപ്പോൾ മുകളിൽ കയറി ഞാൻ നോക്കിയപ്പോൾ വളരെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ പണിയാൻ വേണ്ടിയിട്ട് റോട്ടിൽ ഇങ്ങനെ മണ്ണൊക്കെ കുത്തി പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരിയാവുമെന്ന് വിശ്വസിക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എളാപ്പ മീനും കണ്ടൊക്കെ വന്ന് ഉമ്മ പോയി കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. മീൻ ചെമ്പല്ലിയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിനൊക്കെ പോകാനുള്ളതുകൊണ്ട് അന്ന് ശരിയാക്കിയില്ല. ഫ്രീസറിൽ കയറ്റി വെച്ചിട്ട് ഞങ്ങൾ റെഡിയായി കല്യാണത്തിന് പോകാൻ കേട്ടോ. അപ്പോൾ അയർ മാത്രമാണ് നമ്മുടെ കൂടെ കല്യാണത്തിന് വന്നോളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവളാണെങ്കിൽ പിന്നെ റെഡിയായി ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോയ്ക്ക് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. അതിൻ്റെ ഡിമാൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫോണിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് ബാക്കി എല്ലായിടത്തോടും നോക്കണ്ടായിരുന്നു, ഫോണിലേക്ക് മാത്രം നോക്കണമായിരുന്നു. പിന്നെ നമ്മൾ വണ്ടി എടുത്താണ് വന്നത്. പിന്നെ റോട്ടിൽ വന്നപ്പോൾ റോട്ടിൽ ഭയങ്കര തിരക്ക്. പിന്നെ ഞാൻ ഹെൽമെറ്റും വെക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി റോട്ടിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ വണ്ടി നമ്മൾ അവിടെ ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ നടന്ന് പോവാണ്. നടന്നല്ല, നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. 30 രൂപ ഓട്ടോ കൂലി എടുത്ത് പോകാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ആ വെയിലത്തോടെ കൊച്ചിനങ്ങനെ നടക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോയി. പക്ഷേ എന്തുകൊണ്ടുണ്ടായി, ഒടുക്കത്തെ ബ്ലോക്ക് കാരണം ഓഡിറ്റോറിയത്തിനൊക്കെ കുറേ മുന്നേ ഇറങ്ങി നമുക്ക് നടന്ന് പോകേണ്ടി വന്നു. ഓട്ടോ വിളിച്ചത് വെറുതെ ആയിപ്പോയി കേട്ടോ. അത് ഞാൻ എന്തെങ്കിലും ആവട്ടെ. പിന്നെ കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. വെള്ളം, നമ്മുടെ വെൽക്കം ഡ്രിങ്കിൻ്റെ അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനതൊക്കെ ഒറിജിനലാണ് എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ച് കുടിക്കാത്തത് എൻ്റെ ഭാഗ്യം. നാണം കിട്ടും ഇങ്ങനെ. അത് വെറുതെ ഷോ മാത്രമായിരുന്നു. നമുക്ക് കുടിക്കാനുള്ള സാധാ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ പല നമുക്ക് തണ്ണിമത്തനും മുന്തിരി പച്ചമാങ്ങ ജ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുടിച്ച് കറക്റ്റ് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും കറക്റ്റ് പെണ്ണിനെയൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ പെണ്ണിനെ കൊണ്ടുവന്നു. അവർ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് സമയം അവിടെ നിന്ന് ടൈം കളഞ്ഞില്ല. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ, അതാണല്ലോ മുഖ്യം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. അതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇവിടെ ഒരു ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. തലേന്ന് അവരുടെ വീട്ടിലുള്ള ഏറ്റവും വേണ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സിനെ മാത്രം വിളിച്ചുള്ള പരിപാടി ആയിരുന്നുകൊണ്ടാണ് തോന്നുന്നു ഒരു സ്ഥലത്ത് കാണാത്തത്ര തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടി. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അത് കഴിച്ചു. പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഐറൂന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് പോപ്കോൺ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നടന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകട്ടോ. അപ്പോൾ ഓട്ടോ വിളിക്കാനുള്ള ദൂരമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ തിരിച്ചെന്തായാലും നടന്ന് തന്നെ വരാമെന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. അങ്ങോട്ടും ലേറ്റ് ആവണ്ടെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്ത് വന്ന് നമ്മൾ വീട്ടിൽ